ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാർഗവും ദർശനവും രീതിയുമാണ് മുഅ്മിനീങ്ങളായ ആളുകൾ പിന്തുടരേണ്ടത് എന്നതിൽ തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ സഹാബത്ത് വരികയും വീടിന് അളവ് കാണിച്ചു തരാനും സ്ഥാനം കാണിച്ചു തരാനും ഒക്കെ പറഞ്ഞതായി ചരിത്രത്തിൽ രേഖയുണ്ട്. ഒരിക്കലൊരു സഹാബിയുടെ വീട്ടിൽ ചെല്ലുകയും തൻ്റെ കയ്യിലുണ്ടായിരുന്ന അമ്പുകൊണ്ട് വീടിന് സ്ഥലം അടയാളപ്പെടുത്തുകയും ചെയ്തു. ഈ അടയാളപ്പെടുത്തുന്നതാണ് അളവ്. ഇത് മുതൽ ഇതുവരെ നിർത്തുക എന്നൊരു അടയാളപ്പെടുത്തൽ, ഇതിനെയാണ് അളവ് എന്ന് പറയുന്നത്. പരമ്പരാഗതമായി വീടുകൾക്ക് തുടർന്നു വരുന്ന ചില അളവുകളുണ്ട്. അതിപ്പോൾ നമുക്കൊരു 3 കോൽ അളവിൽ നിന്നാണ് അത് ആരംഭിക്കുക. പിന്നെ 8 വിരൽ വെച്ചിട്ട് കൂട്ടും, അല്ലെങ്കിൽ 16 വിരൽ വെച്ചിട്ട് കൂട്ടും. അപ്പോൾ ഈ 3 കോലിൽ നിന്ന് തുടങ്ങി 8 വിരൽ വെച്ച് വർദ്ധിക്കുന്നതിനെ വിദിക്ക് എന്നും 16 വിരൽ വെച്ച് വർദ്ധിക്കുന്നതിനെ ദിക്ക് എന്നും പേരിൽ അറിയപ്പെടും. ഈ 8 വിരൽ വെച്ച് കൂട്ടാതിരിക്കുകയും 16 വിരൽ വെച്ച് കൂട്ടുകയും ചെയ്യുന്നതിനെയാണ് കണക്കൊപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ 3 കോല് കഴിഞ്ഞാൽ പിന്നെ 3-16 ഉണ്ടാവുക. 3-16 കൂടെ 16 വിരൽ കൂട്ടിയാൽ പിന്നെ 4-8 വരിക. അതായത് 24 വിരലിനാണ് ഒരു കോല് എന്ന് പറയുന്നത്. അപ്പോൾ 16 കൂടെ 16 കൂടിയും കൂട്ടുമ്പോൾ 4 കഴിഞ്ഞ് പിന്നെ 8 വിരൽ ബാക്കി വരും. ഇങ്ങനെ 16 വിരൽ കൂട്ടിപ്പോരുന്ന, ഒന്നുകിൽ അപ്പന് കൂട്ടാൻ അല്ലെങ്കിൽ കൂട്ടി വെച്ച ഒരു ചാർട്ട് ഉണ്ടാവും. ഈ ചാർട്ടിൽ നിന്ന് എടുക്കുന്ന കണക്കുകൾക്കനുസരിച്ച് ആക്കുന്നതിനാണ് സത്യത്തിൽ കണക്കൊപ്പിക്കൽ എന്ന് പറയുന്നത്. അതൊരു നല്ല കാര്യമാണ്. പിന്നെ മുൻകാലങ്ങളിലൊക്കെ ഈ വീടിൻ്റെ അടിഭാഗം നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ മേൽഭാഗം കൂടി കണക്ക് കൂട്ടേണ്ടതുണ്ട്. ഇതിലിപ്പോൾ 2 പേരുകൾ കേൾക്കും നമ്മൾ. വാസ്തുശാസ്ത്രം എന്നൊരു പേരും കേൾക്കും, തച്ചുശാസ്ത്രം എന്നൊരു പേരും കേൾക്കും. രണ്ടും ഒന്നല്ല. തച്ചുശാസ്ത്രം എന്ന് പറയുന്നത് ആശാരി കണക്കാണ്. ആശാരിമാർ താഴെയുള്ള തറയുടെ മൂലയും കോണും എല്ലാം ക്ലിയർ ആക്കുന്നത് എന്തിനാ വെച്ചാൽ മേലെ കൂട്ടും വളിയും പട്ടിയൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒന്നിങ്ങനെ നിന്നാലേ സംഗതി ശരിയാവില്ലല്ലോ. അപ്പോൾ ഈ താഴെ ശരിയാക്കുമ്പോൾ അതിനനുസരിച്ച് മേൽഭാഗം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ താഴെയും മുകളിലുമൊക്കെ ഒരുപോലെ വരുന്നതിന് വേണ്ടിയാണ് അതിന് ചില കണക്കുകളും മാനദണ്ഡങ്ങളും വെച്ചിട്ടുള്ളത്. അത് പാരമ്പര്യമായി പൂർവികന്മാർ മുതൽ തുടർന്ന് വരുന്ന ഒരു രീതിയാണ്. ആ രീതിയെ അങ്ങനെ ഫോളോ ചെയ്യുന്നതിന് വിരോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൽ പറഞ്ഞിട്ടുള്ള നല്ല കണക്കുകളോട് യോജിപ്പിക്കലാണ് ഏറ്റവും നല്ലത്. ഈ പുതിയ കമ്പ്യൂട്ടറൈസ്ഡിൻ്റെ കാലത്ത് താങ്കൾ പറഞ്ഞ കോലും കണക്കും പൊതുവെ ഉപയോഗിക്കേണ്ടി വരുമോ? എങ്ങനെയാണ്? അല്ല, ഈ കമ്പ്യൂട്ടറൈസ്ഡ് കാലഘട്ടത്തിൽ ആ കോലിനെയും കണക്കിനെയും വിരലിനെയും ഒക്കെ അത് സെൻറ്റിമീറ്ററിലേക്കും മീറ്ററിലേക്കും മാറ്റാവുന്നതാണ്. ഒരു കോല് എന്ന് പറഞ്ഞാൽ 72 സെൻറ്റിമീറ്ററാണ്. സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം, അത്രേ ഉള്ളൂ. പക്ഷേ പഴയ പുരാതന ഗ്രന്ഥങ്ങളിൽ അത് കോലാണ് പറഞ്ഞതെന്നുള്ളതുകൊണ്ട് ആ വാക്ക് ഉപയോഗിക്കുന്നേ ഉള്ളൂ. ഇപ്പോഴും എഞ്ചിനീയേഴ്സ് ഇത്തരം മാർഗങ്ങൾ അത് രണ്ടും ചെയ്യലുണ്ട്. ചില ആളുകൾ പ്ലാൻ വരച്ചാൽ അതിൻ്റെ അടിയിൽ ഇത്ര കോലുണ്ട് ഇത്ര വിരലുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇനി എഴുതിയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. സെൻറ്റിമീറ്റർ വെച്ചുകൊണ്ട് 72 കൊണ്ട് ഹരിച്ചാൽ കോലിലേക്ക് മാറും. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും കേൾക്കുന്നൊരു സംഭവമാണ് കന്നിമൂല. ചില പറയും ആ കന്നിമൂല അങ്ങനെ ആയതുകൊണ്ട് വീട്ടിൽ സമാധാനമില്ല, പ്രശ്നമാണ്, അത് പൊളിക്കണമെന്നെല്ലാം പറഞ്ഞ് വീട് നിർമ്മിച്ചതിന് ശേഷം പിന്നെ ആരെങ്കിലും കൊണ്ടുവരും, ജോലിസിനെ കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരു ഉസ്താദിനെ കൊണ്ടുവരും. ചില പറയും ഈ ഭാഗത്തിൻ്റെ പ്രശ്നമാണെന്ന് പറയും. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കേട്ടൊരു വാക്കാണ് പിതൃക്കൾ മൂല എന്നൊരു വാക്ക് കേട്ടു. എന്താണ് ആ പിതൃക്കൾ മൂല? ആദ്യം നമ്മൾ ഈ കന്നിമൂല എന്ന് പറഞ്ഞ സാധനം എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ മനുഷ്യൻ അവന് മനസ്സിലാവാത്തതിൻ്റെ ശത്രുവായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു സാധനം നമുക്ക് ചില ആൾക്കാർ കഞ്ഞിമൂല എന്ന് പറയും. കഞ്ഞിയല്ല, കന്നിയാണ്. അതായത് ഈ പഴയ ആളുകൾക്ക് ദിശകൾ മനസ്സിലാക്കാൻ വളരെ പ്രയാസമായിരുന്നു. തെക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എവിടെയാണ് പിടുത്തം കിട്ടില്ല, പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ എവിടെയൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഈ മനസ്സിലാവാത്ത ആളുകൾ, പ്രത്യേകിച്ച് ജോലിക്കാർ, തൊഴിലാളികൾ, അവർക്കൊക്കെ ഭാഗം മനസ്സിലാക്കുന്നതിന് വേണ്ടി മൊത്തം വീടിൻ്റെ ചുറ്റുഭാഗത്തെ 12 ഭാഗമാക്കിയിട്ട് അതിന് ഓരോ പേരിടും. അങ്ങനെ ഇട്ട ഒരു പേര്, തെക്ക് പടിഞ്ഞാറ് മൂലക്ക് ഇട്ട ഒരു പേരാകുന്നു കന്നിമൂല എന്നുള്ളത്. അതിൻ്റെ നേരെ പുറത്ത് വരുന്നതിന് അടുത്ത മാസത്തിൻ്റെ പേരിടും, അതിന് നേരെ പുറത്ത് അടുത്ത മാസത്തിൻ്റെ പേരിടും. അങ്ങനെ 12 മാസങ്ങളുടെ പേരിടും. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂലക്ക് പൂർവികന്മാർ അങ്ങനെ ഒരു പേരിട്ടു എന്നുള്ളത് ചോദിച്ചാൽ ആ പേരും ആ മൂലയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ഇതിന് വളരെ പുരാതന ഗ്രന്ഥങ്ങളിൽ പിതൃക്കൾ മൂല എന്ന് പേരുണ്ട്. ഈ കന്നിമൂലക്ക് തന്നെയാണ് ആ പേരുള്ളത്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇസ്ലാമികമായും ചില ഗ്രന്ഥങ്ങളിലൊക്കെ ഈ മരണപ്പെട്ടു പോയവരുടെ ആത്മാക്കൾ വീട്ടിലേക്ക് ചില ദിവസങ്ങളിൽ, വെള്ളിയാഴ്ച രാവ് അങ്ങനെയുള്ള ചില ദിവസങ്ങളിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നൊന്ന് വീട്ടിൽ സന്ദർശിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസിൻ്റെ സിഹത്തുൽ വഫുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്ന് വീടിൻ്റെ അടുത്ത് വന്നിട്ട്, പക്ഷേ ഒരു വ്യത്യാസമുള്ളത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് വീടിൻ്റെ വാതിലിൻ്റെ അടുത്ത് വരുമെന്നാണ്. വീടിൻ്റെ വാതിലിൻ്റെ അടുക്കൽ വന്ന് വീട്ടുകാരെയൊക്കെ ഒന്ന് വിളിച്ച്, നിങ്ങൾക്കൊക്കെ സമാധാനമല്ലേ, ഞങ്ങൾക്കവിടെ വലിയ ബുദ്ധിമുട്ടാണ്, ഇനി ഞങ്ങളാരെങ്കിലും നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു പോകുമെന്നാണ്. ഇത് ഭാരതീയ ദർശനങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വരുമെന്നാണ്. ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ വാതിലിൻ്റെ അടുക്കൽ വരുമെന്നാണ്. ഭാരതീയ ദർശനങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വരുമെന്നാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. ഈ തെക്ക് വശത്താണ് പിന്നെ മയ്യത്തുകൾ, ശവങ്ങൾ മറവ് ചെയ്യാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാഗത്താണ് അത് വരാൻ സാധ്യതയുമുള്ളത്. അപ്പോൾ ഈ രണ്ടും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് അതിനെ ഒരു പിതൃക്കൾ മൂല എന്ന് മുൻകാലത്ത് ഉപയോഗിച്ചു വന്നിട്ടുള്ളത്. ഈ പിതൃക്കൾ മൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലക്ക് തന്നെയുള്ള ഒരു പുരാതനമായ പേരാണ്. നേരത്തെ താങ്കൾ പറഞ്ഞു ബെഡ്റൂമിന് വലിയ പ്രാധാന്യമുണ്ടെന്ന്.
അതേപോലെ തന്നെ പ്രാധാന്യമുള്ളൊരു ഇടമാണ് കിച്ചൺ. കാരണം നമ്മുടെ വീട്ടിലെ ഭക്ഷണം പാചകം ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ആ പാചകത്തിൻ്റെ ആ പാചക കലയുടെ ഒരു പൂർത്തീകരണത്തിന് അടുക്കള ഏറ്റവും ഭംഗിയായിരിക്കും, വിശാലത ഉണ്ടാകണം. അവിടെ നിൽക്കുന്ന സ്ത്രീകളാണെങ്കിലും സ്ത്രീകൾ പാചകം ചെയ്യുന്നു എന്നുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് പുരുഷന്മാർക്കും പാചകം ചെയ്യാം. പക്ഷേ നമ്മുടെ ആളുകൾ പറയുമ്പോൾ സ്ത്രീകളുടെ ഒരു ഏരിയ മാത്രമായിട്ട് അടുക്കള മാറിപ്പോയിട്ടുണ്ട്. പ്രവാചക പാരമ്പര്യം അനുസരിച്ച്, പ്രവാചക ശരി അനുസരിച്ച് അങ്ങനെയൊന്നും അല്ലാന്ന് നമുക്ക് ഇസ്ലാമികമായ പാഠഭാഗങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും അടുക്കള ഉണ്ടാക്കുന്ന സംഭവത്തിലേക്ക് എത്തുമ്പോൾ അടുക്കള ഏത് ഭാഗത്തായിരിക്കണം അതിന് പ്രത്യേകിച്ച് ദിശ ഇതിന് തീരുമാനിക്കേണ്ടതുണ്ട്. തീർച്ചയായും ഒരു വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. ഈ ഭക്ഷണം മനുഷ്യനെ വല്ലാതെ സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വീട്ടുകാരെ മുഴുവനും ഭക്ഷണം, ആ ഭക്ഷണത്തിൻ്റെ രീതി, ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന ഏരിയ എല്ലാം സ്വാധീനിക്കുന്നുണ്ട്. ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചാൽ പിന്നെ കിച്ചണിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി പറഞ്ഞിട്ടുള്ളത് തെക്ക് കിഴക്ക് മൂലയാണ്. പക്ഷേ അനുഭവം വെച്ച് നോക്കുമ്പോൾ തെക്ക് കിഴക്ക് മൂലയിലൊരു പ്രശ്നമുണ്ട്. അതായത് ഈ കാലിലൊക്കെ ചൊറിയുള്ള ആളുകളുണ്ടാവും, മാറിപ്പോകാത്ത ചൊറിയുള്ള ആൾക്കാർ. അങ്ങനത്തെ ആളുകളുടെ ഹിസ്റ്ററി നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവരുടെയൊക്കെ മിക്കവാറും കിച്ചണുകൾ ഈ 1ാം സ്ഥാനമായി പറഞ്ഞ തെക്ക് കിഴക്ക് മൂലയിലാണ് കാണാറുള്ളത്. അപ്പോൾ അതിലുള്ളൊരു വിഷയം എന്താ വെച്ചാൽ 1ാം സ്ഥാനം തെക്ക് കിഴക്ക് മൂലയാണ്. പക്ഷേ ആ തെക്ക് കിഴക്ക് മൂലയിൽ മാംസം, മത്സ്യം എന്നിവ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ്. ഇതൊരു ആധികാരികതക്കപ്പുറം ഒരുപാട് അനുഭവങ്ങൾ ആ വിഷയത്തിലുണ്ട്. ഈ കാര്യം അങ്ങനെ മാറിപ്പോകാത്ത ഒരു ചൊറിയുടെ കാരണം. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്ന ആളുകളോടൊക്കെ 1ാം സ്ഥാനമായി പറയാറുള്ളത് ഗ്രന്ഥങ്ങളിൽ 2ാം സ്ഥാനമായി പറഞ്ഞിട്ടുള്ള കിഴക്ക് വടക്ക് മൂലയാണ്. തെക്ക് കിഴക്ക് മൂലയുടെ നേരെ മറു സൈഡാണ് വടക്ക് കിഴക്ക് മൂലയാണ് 1ാം സ്ഥാനമായി പറയാറുള്ളത്. അതുകൊണ്ട് ഞാൻ നിർദ്ദേശിക്കുന്ന 1ാം സ്ഥാനം അതാണ്. കിഴക്ക് വടക്ക് മൂലയിൽ കിച്ചൺ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ്. ഇങ്ങനെ കിച്ചൺ ഉണ്ടാക്കുന്നതിന് മറ്റൊരു കാരണം കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. നമ്മുടെ കാറ്റിൻ്റെ ദിശ അനുസരിച്ചിട്ട് ഇപ്പം മറ്റേതെങ്കിലും ഭാഗത്താണെങ്കിൽ കാറ്റ് വന്നിട്ട് അതിനകത്ത് പാചകം ചെയ്യുന്നതിൻ്റെ സ്മെല്ലും സംഭവമൊക്കെ അതിഥികളോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പുറത്തേക്ക് റൂമിലേക്കൊക്കെ പ്രവഹിക്കാൻ സാധ്യതയുണ്ടെന്നല്ല കേൾക്കുന്നത്. അതിനെക്കുറിച്ച് തീർച്ചയായും അതൊരു പരിഗണിക്കേണ്ട കാര്യമാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു സാഹചര്യം അനുസരിച്ച് പടിഞ്ഞാറ് വശത്തു നിന്നാണ് കാറ്റുള്ളത്. അപ്പോൾ പടിഞ്ഞാറ് വശത്ത് നിന്ന് കാറ്റ് അടുപ്പിലേക്ക് വന്ന് കിഴക്കോട്ട് പുക ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ അത് വീട്ടിലാസകലം പരക്കും. രോഗങ്ങൾക്കും ഗസ്റ്റിന് നല്ല വീട്ടിലുള്ള ആളുകൾക്ക് തന്നെ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണിത്. അപ്പം പടിഞ്ഞാറ് നിന്ന് അടുപ്പിലേക്ക് വായു വന്നാലേ തീ കത്തുള്ളൂ. അതിൽ നിന്ന് ഉയരുന്ന പുക കിഴക്കോട്ട് ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനം ഉണ്ടാവണം. വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഒഴിയുന്ന സംവിധാനം ഉണ്ടാവുകയും ചെയ്യരുത്. അപ്പോൾ അത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതാണ് പരിഗണിക്കപ്പെടേണ്ടത്. അപ്പോൾ ആ ഒരു പരിഗണന വെച്ച് നോക്കുമ്പോൾ താങ്കൾ പറഞ്ഞ 2ാമത്തെ വഴി, രണ്ടാമത്തെ വഴി തെക്ക് വടക്ക് കിഴക്ക് മൂലയാണ് 2 എന്ന് സാധാരണ പറയുന്ന ഞാൻ 1ാമതായി പറഞ്ഞിട്ടുള്ളത്. അതിൽ കിഴക്ക് വശത്തേക്ക് പുക ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനം കൂടി നൽകിയാൽ വളരെ ഉഷാറായി. പിന്നെ ഇപ്പോൾ ഗ്യാസിന്റെ കാലഘട്ടത്തിൽ എന്നൊക്കെ ചോദിച്ചാൽ എന്നാലും ഈ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുമ്പോൾ അതിന്റെ ഇവിടെയാണെങ്കിൽ നമ്മുടെ ഭക്ഷണ സാധനങ്ങളിലേക്ക് എത്തുന്ന പലതും മുളക് പൊടി മുതലെല്ലാം കെമിക്കൽ സമ്മിശ്രമായതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം മനോഹരമായ കൊതിപ്പിക്കുന്ന സ്മെല്ലുകളാണ് കടന്നു വരുന്നത്. അത് പിന്നെ ഗ്യാസിന് എന്ന് പറഞ്ഞാലും കറണ്ടിന് എന്ന് പറഞ്ഞാലും ഈ സാധനം ഉണ്ടാക്കേണ്ട അടിസ്ഥാന രീതി ഇങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ അതല്ലാത്ത മാർഗ്ഗങ്ങൾ ഇതിപ്പോൾ വിറകടുപ്പിനെ ആസ്പദമാക്കി തയ്യാർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമ്മൾ വിറക് ഉപയോഗിക്കണില്ല എന്ന് കരുതിയാലും സാധനം ഉണ്ടാക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഒരു വീടുണ്ടാക്കുമ്പോൾ നമ്മൾ നമ്മുടെ സൗകര്യമായിരിക്കണം. ബന്ധുവീടുകൾ നാരായണം സന്ദർശിച്ചതിന് ശേഷം ആ വീടിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അതിൽ പക്ഷേ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ സമത്വം സുന്ദരം എന്നൊക്കെ പറഞ്ഞാലും പാചകത്തിൽ പ്രധാന കാര്യങ്ങൾ നിർവഹിക്കുന്നത് സ്ത്രീകളാണെന്നുള്ളത് കൊണ്ട് ഒരു വീടിൻ്റെ കിച്ചൺ സ്ലാബൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളില്ല. കാരണം ഒരു സ്ത്രീ, എല്ലാ സ്ത്രീകളും 5 അടിക്കാരാകണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും 3 അടിക്കാരാകണമെന്നില്ല. പൊതുവെ കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്, സ്ലാബ്, കിച്ചൻ്റെ സ്ലാബ് അതിനൊരു നിശ്ചിത പൊക്കം. പക്ഷേ അത് നമ്മുടെ വീട്ടിലെ സ്ത്രീകളുടെ ഹൈറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഹൈറ്റ് കൂടുതലാണെങ്കിൽ അതനുസരിച്ച്, ഹൈറ്റ് കുറവാണെങ്കിൽ അതനുസരിച്ച് അങ്ങനെ ക്രമീകരിക്കേണ്ടതല്ലേ? എന്താണ് അഭിപ്രായം? തീർച്ചയായും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കട്ടിൽ, മേശ, സ്റ്റൂള്, കസേരകൾ എല്ലാം ആ വീട്ടുകാരുടെ അളവിനനുസരിച്ച് തന്നെയാണ് തയ്യാറാക്കേണ്ടത്. ഗസ്റ്റിന് ഉപയോഗിക്കേണ്ട ഒരു ഏരിയ ഉണ്ട്, അത് കോമൺ ആയ അളവിൽ ഉണ്ടാക്കണം. പിന്നെ ഇവിടെ ഉള്ളത് എന്താ വെച്ചാൽ ഒരു ശരാശരി മനുഷ്യനേക്കാൾ നീളം കുറഞ്ഞവരൊക്കെ ആണെങ്കിൽ സ്ലാബുകൾ 2 സ്റ്റെപ്പ് ആക്കണം. ഒന്ന് ശരാശരി ഒരു മനുഷ്യന് കണ്ടിട്ട് പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് പാചകം ചെയ്യേണ്ടി വന്ന അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യണം. അപ്പോൾ ശരാശരിയിലാണ് ഉള്ളതെങ്കിൽ ആ വീട്ടിലുള്ള ആളുകളുടെ അളവിനനുസരിച്ച് തന്നെയാണ് കിച്ചൻ്റെ സ്ലാബുകൾ, സ്റ്റൂളുകൾ, മേശകൾ, തീൻമേശ തുടങ്ങിയ എല്ലാ സാധനങ്ങളെയും സംവിധാനിക്കേണ്ടത്. ഞാൻ ഈ അടുത്ത ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഉമ്മ വലിയ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ പുറത്തു നിന്ന് വിളിച്ചപ്പം ആൾ പുറത്തേക്ക് വന്നപ്പോൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ നനഞ്ഞിട്ടുണ്ട്, പാത്രം കഴുകരുതെന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ സംഭവം തന്നെ ഇവർക്ക് അനുയോജ്യമായ രീതിയിലല്ല ഈ കിച്ചൺ സിങ്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതാണെന്നല്ല, ശ്രദ്ധിക്കണം. അതൊക്കെ ശരിക്കും ഈ പിന്നെ എഞ്ചിനീയറിംഗ് നടത്തുന്ന ആളുകൾ വീട്ടിലുള്ള ആളുകളൊക്കെ ആരൊക്കെയും ചോദിച്ചറിഞ്ഞ് എത്ര നീളമുള്ളവരാണെന്നൊക്കെ അതൊക്കെ ശരിക്കും എഞ്ചിനീയറിംഗിൻ്റെ ഭാഗം തന്നെയാണ്. ഇപ്പോൾ അതിനൊന്നും മെനക്കെടാനാവില്ല എന്ന് എഴുതിയിട്ട് ഒരു കോമൺ അളവാണ് ഇട്ട് കൊടുക്കലാണ് ചെയ്യാറുള്ളത്. സത്യത്തിൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ താമസിക്കാനുള്ള ആളുകൾക്കനുസരിച്ച് പ്ലാൻ ചെയ്യണം. ഈ സ്റ്റെപ്പ് നിർമ്മാണത്തെക്കുറിച്ചും പറയുമ്പോൾ പലപ്പോഴും പറയാറുണ്ട് സ്റ്റെപ്പ് ഒറ്റയായിരിക്കണം. അതിന് ചില സാങ്കേതിക പദങ്ങൾക്ക് ലാഭം നഷ്ടം ലാഭം എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ നടന്നു കാണിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റെപ്പ് നിർമ്മാണത്തിൽ അങ്ങനെ വല്ല ശ്രദ്ധയും പുലർത്തുന്നുണ്ടോ?
ആ വിഷയം നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ എവിടെയോ പറഞ്ഞതായിട്ടൊരു ഓർമ്മ ഉണ്ട്, എന്നാലും പറയാം. അത് പേരുകൾ പലതും ഇടും. പക്ഷേ സംഗതിയിൽ അതുള്ളത് ഇപ്പോൾ വീട്ടിൻ്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് വലത്തേ കാല് വെച്ച് കയറുന്നു, പിന്നെ രണ്ടാം സ്റ്റെപ്പിലേക്ക് ഇടത്തേ കാല് വെക്കുന്നു, വീണ്ടും വീടിൻ്റെ ഉള്ളിലേക്ക് വലത് വെക്കണമെങ്കിൽ 2 സ്റ്റെപ്പിൽ നിൽക്കണം, മൂന്നാമത്തത് വീടിൻ്റെ ഉള്ളായിരിക്കണം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടത്തേ കാല് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പിലേക്ക് ഇടത് കാല് വെച്ചിറങ്ങുന്നു, രണ്ടാമത്തത് വലത് വെച്ചിറങ്ങുന്നു, മൂന്നാമത് മുറ്റത്തേക്ക് ഇറങ്ങുന്നത് ഇടത്തേ കാലം ആദ്യം ആവണമെങ്കിൽ ഈ 2 സ്റ്റെപ്പിൽ നിർത്തിയാലേ പറ്റുള്ളൂ. ഇതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം. പിന്നെ അതിൻ്റെ പേരുകളൊക്കെ അങ്ങനെ ലാഭം നഷ്ടം എന്ന് അങ്ങനെ പറയാം, അല്ലെങ്കിൽ 1, 2, 3 അങ്ങനെ പറയാം, അല്ലെങ്കിൽ ABCD എന്ന് പറയാം. പേരെന്ത് പറഞ്ഞു എന്നുള്ളതല്ല, അതിൻ്റെ തത്വം ഇതാണ്. അത് മൊത്തം 2 സ്റ്റെപ്പേ പാടുള്ളൂ എന്നാണ്. 2 അല്ലെങ്കിൽ പിന്നെ 4 ആവണം. 3 ആവുമ്പോൾ ഉള്ളൊരു പ്രശ്നം, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടത് കാലാണ് ആദ്യം വെക്കേണ്ടത്. അപ്പോൾ 1-ാം സ്റ്റെപ്പിൽ ഇടത് കാല് വെച്ചു, 2-ാം സ്റ്റെപ്പിൽ വലത് കാല് വെച്ചു. ഇനി മുറ്റത്തേക്ക് ഇറങ്ങുന്നത് ഇടത് കാലം ആദ്യം വെച്ചുകൊണ്ട് ആയിരിക്കണമെങ്കിൽ സ്റ്റെപ്പ് 2-ൽ തീർന്നാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് ചാടേണ്ടി വരും. പിന്നെ ഇനി 3 ആവശ്യമാണെങ്കിൽ എന്ത് വേണം വെച്ചാൽ 3-ൽ നിർത്താതെ 4-ലേക്ക് പോകണം. കാരണം 1-ൽ വലത് വെച്ചു, 2-ൽ ഇടത് വെച്ചു, 3-ൽ വലത് വെച്ചു, 4-ൽ ഇടത് വെച്ചു. ഇനി മുറ്റത്തേക്ക് 5-മത്തേത് വലത് വെക്കണമെങ്കിൽ 4 സ്റ്റെപ്പിൽ നിന്നാലേ പറ്റുള്ളൂ. ഇത് നേരെ അകത്തേക്ക് കയറുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റും. അപ്പോൾ അതിന് ഇരട്ട സംഖ്യയിൽ നിർത്തിയെങ്കിലാണ് ഈ തത്വം പ്രായോഗികമാവുന്നത് എന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതിൻ്റെ കാരണം. ഈ വീടിനകത്ത് സ്റ്റെയർ കേസ് ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ വല്ലതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീടിനകത്ത് സ്റ്റെയർ കേസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മുകളിലേക്ക് കയറി പോവുകയാണ്. ഇതേ രൂപം തന്നെയാണ് അതിലും സ്വീകരിക്കേണ്ടത്. കാരണം വലത്തെ കാല് വെച്ചിട്ടാണ് വീടിൻ്റെ അകത്തെ സ്റ്റെയർ കേസ് ആണെങ്കിലും ആദ്യം കയറേണ്ടത്. ഏത് ഉയരങ്ങൾ കയറുമ്പോഴും തക്ബീർ ചൊല്ലിക്കൊണ്ട് കയറണം എന്നാണ്. നമ്മൾ വെറുതെ രാവിലെ നടക്കാൻ പോയിട്ട് ഉയരം കയറുകയാണെങ്കിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തക്ബീർ, ഇറക്കം ഇറങ്ങുമ്പോൾ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടാണ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അങ്ങനെയാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ സ്റ്റെപ്പാണെങ്കിലും സ്റ്റെയർ കേസ് ആണെങ്കിലും ലിഫ്റ്റ് ആണെങ്കിലും ഏതാണെങ്കിലും ഉയരങ്ങൾ കയറുമ്പോൾ തക്ബീറും താഴേക്ക് വരുമ്പോൾ തസ്ബീഹുമാണ് ചൊല്ലേണ്ടത്. അപ്പോൾ പിന്നെ ഇതിങ്ങനെ ബിസ്മി ചൊല്ലി നമ്മൾ സ്റ്റെയർ കേസ് കയറുമ്പോൾ പുരോഗതിയിലേക്കുള്ള കയറ്റമാണ്, വലത്തേതിനെ മുന്തിക്കണം. ഏത് പുരോഗതിയിലേക്കും വലത്തേതിനെ മുന്തിക്കണം. അപ്പോൾ 1-ാമത്തെ സ്റ്റെയറിലേക്ക് നമ്മൾ വലത്ത് വെച്ചു, 2-മത്തേൽ എടുത്ത് വെച്ചു. അങ്ങനെ പോകുമ്പോൾ സ്റ്റെയർ ഇരട്ടയിലാണ് നിൽക്കുന്നതെങ്കിലാണ് ലാസ്റ്റ് എത്തുമ്പോൾ വലത്തേത് വെച്ചിട്ട് നമ്മൾ വിഷയത്തിലേക്ക് കിടക്കുക. അതുകൊണ്ട് സ്റ്റെയർ കേസും ഇരട്ടയിലാണ് നിർത്തുക. ഇപ്പോൾ നമ്മൾ സ്ഥലം കണ്ടെത്തി പ്ലാൻ ഉണ്ടാക്കി ഇത്തരം കാര്യങ്ങളെല്ലാം പഠിച്ചു. എന്നാൽ ഇനി വീട് പണി തുടങ്ങാമെന്ന് വിചാരിക്കുമ്പോഴേക്കായിരിക്കും ഏതെങ്കിലും പറയുക ഇത് മുഹറമാണ്, മുഹറം 10 കഴിയാതെ പറ്റില്ല. അപ്പോഴും ഒരു ഉടക്ക് പോലെയായി. ശരിക്കും അങ്ങനെ ഒരു തീരുമാനമുണ്ടോ? മുഹറം 10 കഴിയാതെ വീട് പണി പാടില്ല, അങ്ങനെ ഉണ്ടോ? നമ്മൾ മുമ്പൊക്കെ ചർച്ച ചെയ്ത പോലത്തെ ഒരു കാര്യമാണത്. വെള്ളിയാഴ്ച നല്ല ദിവസമാണ് എന്ന് പറയുന്നതിന് ശനിയാഴ്ച ഒന്നിനും പറ്റൂല എന്നോ വ്യാഴാഴ്ച തീരെ കൊള്ളാത്തതാണ് എന്നോ അർത്ഥമല്ല. ചില നല്ല മാസങ്ങൾ, ചില നല്ല ദിവസങ്ങൾ ഹദീസുകളിൽ ചർച്ചയുണ്ട്. ഉദാഹരണം വെള്ളിയാഴ്ച തന്നെ, റമദാൻ മാസം, റബീഉൽ അവ്വൽ മാസം തുടങ്ങിയതൊക്കെ നല്ല മാസങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നല്ല മാസങ്ങൾ, നല്ല ദിവസങ്ങൾ, നല്ല സമയങ്ങൾ തിരഞ്ഞെടുക്കുക എന്നത് പ്രാധാന്യമുള്ളത് തന്നെയാണ്. അതേ സമയത്ത് ചൊവ്വാഴ്ച മാത്രമേ UAEക്ക് ടിക്കറ്റ് ഉള്ളൂ, ഫ്ലൈറ്റ് വന്നേ ഉള്ളൂ, നമുക്കാണെങ്കിൽ പോയാൽ തീരുമെങ്കിൽ ചൊവ്വാഴ്ചക്ക് ഒരു കുഴപ്പമില്ല, രാവിലെ സുബഹിസ്കരിച്ച് നല്ലോണം ദ്വാരന്ന് ശേഷം ഖുർആൻ ഓതിയിട്ടാണ് പോയാൽ മതി, ഒന്നും സംഭവിക്കാൻ വരുന്നില്ല. നല്ല ദിവസങ്ങൾ നോക്കുക എന്നൊരു പ്രവർത്തനം ഉണ്ട്, ചീത്ത ദിവസം നോക്കുക അത് ഒഴിവാക്കുക എന്നൊരു പ്രവർത്തനം ഇല്ല എന്നേ ആ പറഞ്ഞതിൽ അർത്ഥമുള്ളൂ. പ്രത്യേകിച്ച് മാസങ്ങൾ, ഇപ്പോൾ മുഹറം മാത്രമല്ല മറ്റേതെങ്കിലും മാസം വീട് നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ അങ്ങനെ പല തീരുമാനങ്ങളുണ്ടോ? അഹമ്മദ് കോയ ശാലിയാത്തി റളിയല്ലാഹു അൻഹു ആണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ കുറേയൊക്കെ സംസാരിച്ചിട്ടുള്ളത്. മഹാനവറുകൾ റബീഉൽ അവ്വൽ വീട് നിർമ്മാണത്തിന് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, റജബ് മാസം നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നതുപോലെ ഞായറാഴ്ചകളിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായതെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് ആരംഭിച്ചത് ഞായറാഴ്ചയാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ തെളിവ്. അപ്പോൾ വീടുമായി ബന്ധപ്പെട്ട് കുറ്റിയടിക്കുക, കല്ലിടുക, കട്ടിലെക്കുക, പണി തുടങ്ങുക തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഞായറാഴ്ചകൾ നന്നാവും. റജബ് മാസം അവ്വൽ ശുഹൂരിൽ ബറക്ക എന്നാണ്, ബറക്കത്തിൻ്റെ ആദ്യ മാസമായി വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് നേരത്തെ ചോദിച്ചതിൻ്റെ ഒരു അനുബന്ധം ഓർമ്മ വരുന്നുണ്ട്. ഇതാണ് മുഹറത്തിൻ്റെ ആദ്യം പരീക്ഷണവും മുഹറത്തിൻ്റെ അവസാനം നിഅമത്തുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൂർവികന്മാരായ ആളുകളൊക്കെ മുഹറത്തിൻ്റെ ആദ്യ ഭാഗം പരീക്ഷണത്തിൻ്റെ ഘട്ടമാണെന്ന് മനസ്സിലാക്കി മാറ്റിവെക്കുകയും മുഹറത്തിൻ്റെ അവസാന ഭാഗം സെലക്ട് ചെയ്യുകയും ഒക്കെ എന്ന് വെക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ മാസം തീരുമാനിച്ച് എല്ലാം കഴിയുമ്പോൾ പിന്നെ പ്രഥമമായിട്ടുള്ള ചടങ്ങാണ് തറക്കല്ലിടുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പലയിടത്തും കാണുന്നൊരു ചടങ്ങുണ്ട്. തറക്കല്ലിടുന്ന സമയത്ത് അത്യാവശ്യം സാമ്പത്തികമുള്ളവരാണെങ്കിൽ ചെറിയൊരു സ്വർണ്ണത്തിൻ്റെ പീസ് വയ്ക്കും, അല്ലെങ്കിൽ വെള്ളി, ഇതുമല്ലെങ്കിൽ ഒരു കൊയിനെങ്കിലും വയ്ക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. എല്ലായിടത്തും അല്ല, ചിലതുണ്ട്. അതിനകത്ത് ഒരു അടിസ്ഥാനമുണ്ടോ? അതിൻ്റെ അടുത്ത് ഒരു അടിസ്ഥാനവും ഇല്ലയെന്ന് മാത്രമല്ല, അതൊരു പണം വേസ്റ്റാക്കൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ശരീഅത്ത് അത് നിരോധിച്ചിട്ടുണ്ട്. ചില ഫിഖ് കിതാബുകളിൽ അത് കാണാൻ കഴിയുകയും ചെയ്യും. എന്നാൽ അപൂർവം ചില ആളുകൾ അതിനനുകൂലമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭൂരിപക്ഷത്തിൻ്റെയും ഏറ്റവും പ്രബലവുമായ അഭിപ്രായങ്ങൾ പരിഗണിക്കുമ്പോൾ അത് നല്ലതുമല്ല, അനുവദിക്കപ്പെട്ടതുമല്ല എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ അതിനൊരു വന്ന വഴിയുണ്ട്. ആ വന്ന വഴി എന്താണെന്ന് ചോദിക്കുമ്പോൾ, മുൻകാലത്ത് വീട് നിർമ്മിക്കാൻ വേണ്ടി സമ്മതം ചോദിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ നാട്ടിലാവുമ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഉന്നതരും താഴ്ന്നവരും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ താഴ്ന്ന ആളുകൾ വീട് നിർമ്മാണത്തിന് വേണ്ടി ഉന്നതന്മാരോട് പോയി സമ്മതം ചോദിക്കും.
അപ്പോൾ അവരവരുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ സ്വർണ്ണോ അല്ലെങ്കിൽ വെള്ളിയോ എന്തെങ്കിലും കോയിൻസോ അല്ലെങ്കിൽ ചെമ്പിൻ്റെ കഷ്ണോ എന്തെങ്കിലുമൊക്കെ ഒരു വില പിടിപ്പുള്ള സാധനം കൊടുക്കും. അത് കൊണ്ടുവന്ന് ഒന്നുകിൽ കല്ലിൻ്റെ അടിയിൽ അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ വെക്കും. ഇത് സത്യത്തിൽ ഒരു അവകാശം വെപ്പാണ്. ആ കൊടുത്ത ആൾക്ക് ഈ വീട്ടിൽ അവകാശം സ്ഥിരപ്പെടാനുള്ള ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിലുള്ളത്. ഇതാണ് അതിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലക്ക് പരിശോധിച്ചാലും പിന്നെ ഒരു വേസ്റ്റാക്കലാണ് എന്ന നിലക്ക് പരിശോധിച്ചാലും അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതേസമയത്ത് ബറക്കത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് എന്തെങ്കിലും നഷ്ടമില്ലാത്ത സാധനങ്ങൾ, വല്ല കടലാസുകൾ, അതിലെന്തെങ്കിലുമൊക്കെ പിന്നെ എഴുതിയത്, അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലും മഹത്തുക്കളായ ആളുകൾ കൊടുത്തിട്ടുള്ള നമുക്ക് സാമ്പത്തിക നഷ്ടമൊന്നും ഇല്ലാത്ത എന്തെങ്കിലും സാധനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ നമ്മൾ കല്ലിടുന്ന സമയത്ത് പിന്നെ ഏതെങ്കിലും ഒരു ബറക്കത്തിൻ്റെ ആളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളെ ഉപ്പാക്ക് വരാൻ കഴിയണില്ല അല്ലെങ്കിൽ ഉമ്മാക്ക് വരാൻ കഴിയണില്ല, അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഒരു ഫസ്റ്റ് വെക്കാനുള്ള ഒരു കല്ല് മേടിച്ചു കൊടുക്കുന്നുണ്ട്, ഉമ്മാക്ക് വരാൻ കഴിയില്ല, ഹോസ്പിറ്റലിലാണ്, സുഖമില്ലാതെ കിടക്കുകയാണ്, അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വിരോധമല്ല എന്ന് മാത്രം. ഒരു ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് നഷ്ടം വരാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് വിരോധമൊന്നുമില്ല എന്നുള്ളൂ. ഇതിൽ സാമ്പത്തിക നഷ്ടം എന്നൊരു പ്രശ്നം ഏതായാലും ഉണ്ട്, അതൊരിക്കലും ശരിയാത്ത് അനുവദിച്ചിട്ടുള്ളതല്ല. ഈ തറക്കല്ലിട്ട് കഴിയുമ്പം പിന്നെ വരുന്ന ചടങ്ങാണ് കട്ടിൽ വെപ്പ്. അതിനും വലിയൊരു ആഘോഷ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ പലയിടത്തും കാണുന്നത്. അതിന് വല്ല അടിസ്ഥാനമുണ്ടോ? കട്ടിലവെപ്പിന് അടിസ്ഥാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വീട്ടിലേക്കുള്ള പ്രധാനപ്പെട്ട കവാടമാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഇത്രയേ ഉള്ളൂ. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും സൗഭാഗ്യവും ബറക്കത്തുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകളും, ഉദാഹരണമായിട്ട് നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, നമ്മുടെ ഗുരുനാഥന്മാർ, അവരിൽ ആരെങ്കിലും ഒരാളെ കൊണ്ട് നമ്മൾ ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും അവരെ കൊണ്ട് അത് ചെയ്യിക്കുക എന്ന ഒരു തബറുക്കിൻ്റെ മാനദണ്ഡം, ബറക്കത്തിനെ പ്രതീക്ഷിക്കുക എന്ന മാനദണ്ഡമാണ് ആ പ്രവർത്തനങ്ങളിലെല്ലാം യഥാർത്ഥത്തിലുള്ളത്. അത്രയേ ഉള്ളൂ.